പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ ഹൃദയത്തിലേട്ട് കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വരണമേ. കർത്താവേ, വാക്കുകളെ തരണമേ. ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ പറയണം. വാക്കുകളെ തരണം. ആഴമായ അർത്ഥതലങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണം. കർത്താവെ, ശ്രോതാക്കളുടെ ഹൃദയങ്ങളിൽ അത് ആഴമായി പതിഞ്ഞ് ജീവിതത്തിലെ മാറ്റങ്ങൾ വരുത്തുവാനും ഒരു പുതിയ ജീവനെ പ്രാപിക്കുവാനും യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്വർഗരാജ്യത്തിന് അവകാശികളാകാനും അങ്ങനെ രക്ഷിക്കപ്പെടാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തമായ പ്രവർത്തനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങളാണ്. 28-ാമത്തെ വാക്യം ഞാൻ ബൈബിളിൽ നിന്ന് വായിക്കുന്നു. നിങ്ങളുടെ എതിരാളികളിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകുന്ന യാതൊന്നിനെയും ഭയപ്പെടേണ്ട. ദൈവത്തിൽ നിന്നുള്ള അടയാളമാണത്. അവർക്ക് നാശത്തിൻ്റെയും നിങ്ങൾക്ക് രക്ഷയുടെയും. നിങ്ങളുടെ എതിരാളികളിൽ നിന്ന് ധാരാളം അനുഭവങ്ങളുണ്ടാകും. പക്ഷേ നിങ്ങൾ ഭയപ്പെടണ്ട. ആത്മീയ ജീവിതത്തിൽ അതിനെ തകർക്കുവാനായിട്ട് പല ശക്തികളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ജഡം, ഈ ലോകം, പിശാച്, ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ശത്രുക്കളായിട്ട് പ്രവർത്തിക്കുകയാണ്. ദൈവവുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മയെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന എതിരാളികളാണ് ഈ ജഡം, ലോകം, പിശാച്. 3 ശത്രുക്കൾ നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റോമർ 7-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ പറയുന്നു, എന്നിൽ, അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കാൻ എനിക്കറിയാം, എന്നാൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുകയാണ്, ഹൃദയത്തിൽ നന്മയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകുന്നു, ആഗ്രഹമുണ്ടത് പ്രവർത്തിക്കുവാൻ. പക്ഷേ പ്രവർത്തനം വരുമ്പോൾ അതിനെതിരായിട്ട് പലതും ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇത് പൗലോസ് എഴുതുന്നെങ്കിലും പൗലോസിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണെന്ന് അങ്ങ് വിചാരിക്കണ്ട. കാരണം പൗലോസ് ഒരു കാര്യം ചിന്തിക്കുന്നു, ചിന്തിക്കുന്നതിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്, അങ്ങനെ ഒരു ധാരണയുണ്ടാകും. അങ്ങനെ വേണ്ട. ഇത് ഒരു പൊതു മാനുഷിക തത്വം പൗലോസ് തൻ്റേതെന്നുള്ള നിലയിൽ എഴുതുകയാണ്. മനുഷ്യനൊക്കെ ഇങ്ങനെയാണ്. നന്മ ചെയ്യാൻ മനസ്സിലാഗ്രഹം കാണുമായിരിക്കും, പക്ഷേ പ്രവൃത്തിയുടെ സമയം വരുമ്പോൾ നന്മയ്ക്ക് പകരം തിന്മയായിരിക്കും ചെയ്യുന്നത്. ഇത് ഒരു മാനുഷികമായ ബലഹീനതകൾക്കുണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് രേഖപ്പെടുത്തിയിരിക്കുക. അല്ല, പൗലോസിൻ്റെ ജീവിതത്തിൽ അങ്ങനെ അങ്ങ് ചെയ്യുകയാണ്, കുറ്റസമ്മതം നടത്തുകയാണ് ഒന്നും നമ്മൾ അങ്ങനെ അങ്ങ് വിചാരിക്കേണ്ട. എല്ലാ മനുഷ്യർക്കുമുള്ള ബലഹീനത പൗലോസ് അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. റോമർ 8-13 വാക്യങ്ങളിൽ ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുവാൻ, അങ്ങനെ ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. എന്ത് ചെയ്യണമെന്നാണ് പൗലോസ് പറയുന്നത്? ജഡിക പ്രവണതകളൊക്കെ ഉണ്ടാകും, അതിനെ അങ്ങോട്ട് നിഹനിക്കണം. എന്നിട്ട് ശരീരത്തിൽ ജഡിക പ്രവണതകളനുസരിച്ചൊന്നും പ്രവർത്തിക്കാതെ ആത്മാവ് തരുന്ന ആ ശക്തി ഉപയോഗിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ആ പോരാട്ടത്തിൽ വിജയം നേടി
എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ലൗകികത്വം എന്ന് പറയുന്നത് ആത്മീയ തലത്തിൽ നിന്ന് നമ്മളെ വേർപെടുത്താൻ ശ്രമിക്കുന്ന ഒരു ശക്തിയാണ്. അതിനെതിരായിട്ട് ചില മുന്നറിയിപ്പുകൾ പൗലോസ് തരുന്നുണ്ട്. ബൈബിളിലെ പല വാചകങ്ങൾ ഈ ലൗകികത്വത്തിനെതിരായിട്ട് ഉള്ള മുന്നറിയിപ്പായിട്ട് നാം എഴുതപ്പെട്ടിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 26-ാം വാക്യം യേശു തന്നെ പറയുന്നൊരു വാക്യമാണ്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? ആത്മാവിനെ നേടി അതിൻ്റെ രക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ് പ്രധാന സംഗതി. ശരീരത്തെ പോഷിപ്പിക്കുന്ന കാര്യത്തിനല്ല പ്രാധാന്യം. എല്ലാം നേടിയെടുത്ത് ലൗകികമായിട്ട് വലിയ പണവും മറ്റ് സൗഭാഗ്യങ്ങളൊക്കെ സമ്പാദിച്ച് വെച്ചിട്ട് ആത്മാവിനെ തിരികെ കർത്താവെന്ന് ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ സമ്പാദ്യം കൊണ്ട് എന്ത് പ്രയോജനം? കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്ന ചോദ്യമാണത്. ഒരുവനെല്ലാം സമ്പാദിച്ച ഒരു ഉപമ പറഞ്ഞിട്ട് യേശു പറയുകയാണ്, എല്ലാം സമ്പാദിച്ച് കൂട്ടിയിട്ട് പറയുക, ധാരാളം വർഷത്തേക്കുള്ളതെല്ലാം ഞാൻ സമ്പാദിച്ച് അങ്ങ് വെച്ചിരിക്കുക, ശേഖരിച്ച് വെച്ചിരിക്കുക. ഇനി അങ്ങ് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ജീവിതത്തിലേക്ക് ആ ഒരു ലക്ഷ്യമേ ഉള്ളൂ. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഒരു പ്രയോജനവുമില്ല. ആത്മീയമായി നോക്കുമ്പോൾ മരിക്കും, സ്വർഗത്തിൽ പോകുമോ, നരകത്തിലേക്ക് പോയിട്ട് എന്ത് പ്രയോജനം? ആത്മാവിന് പകരമായി നീ എന്ത് കൊടുക്കും? യേശു ചോദിക്കുന്നു. ആ ഉപമയിൽ അന്ന് കൂടെ നിന്നവരോട് മാത്രം അറിയിക്കുന്നതല്ല, നാം ഓരോരുത്തരോടും കർത്താവ് ചോദിക്കുകയാണ്. നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിൻ്റെ ആത്മാവിനെ തിരികെ ചോദിക്കുന്ന ദിവസമുണ്ട്, ഒരു ദിവസമുണ്ട്. അപ്പോൾ നീ എന്ത് കൊടുക്കും? എന്തുവാ നിനക്ക് നേട്ടം? എല്ലാം സമ്പാദിച്ചല്ലോ, വല്ല പ്രയോജനമുണ്ടോ? ഇത് നമ്മൾ ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 34-35 വാക്യങ്ങൾ ഇങ്ങനെ കുറിച്ചിരിക്കുന്നു. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവീൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിപതിക്കും. കർത്താവ് ലോകാവസാനത്തിൽ വരുന്ന ഒരു ദിവസം വെച്ചിട്ടുണ്ട്. അവസാന കാലഘട്ടത്തിൽ ചില പീഡകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നതുണ്ട്. ഇതൊക്കെ കർത്താവ് വിവരിച്ചിട്ടുണ്ട്. ഈ കെണി നമ്മുടെ മേൽ പെട്ടെന്ന് വന്ന് വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. ജീവിത വ്യഗ്രത, സുഖലോലുപത, മദ്യാസക്തി, മൂലം നമ്മുടെ മനസ്സ് ദുർബലമായി പോകുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. സുഖലോലുപത, ഈ ലോകത്തിൽ സുഖമായിട്ടങ്ങ് ഇരിക്കണം, ഒരു കാര്യവും ചെയ്യാൻ വയ്യ, സുഖം അത് മാത്രം ലക്ഷ്യമായിട്ട് കരുതുന്നവരുണ്ട്. ഒരു ഗുണവുമില്ല. മദ്യാസക്തി, സുഖമെന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ കൂടി മദ്യം വേണമല്ലോ. മദ്യവും കുടിച്ച് ഇങ്ങനെ കിടന്ന് തലച്ചോറ് ബലഹീനമാക്കി കളയുന്ന അവസ്ഥയിലേക്ക്, ഞാൻ എവിടെ ഇരിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിട്ട് മദ്യപിച്ച് കിടക്കുന്ന അവസ്ഥ. വേറൊന്ന് ജീവിത വ്യഗ്രത. ചിലരെ സംബന്ധിച്ച് അവർക്ക് മദ്യാസക്തി ഇല്ലായിരിക്കും, സുഖലോലുപത അവരാഗ്രഹിക്കുന്നില്ലായിരിക്കാം. പക്ഷേ ജീവിത വ്യഗ്രതയാണ്, അങ്ങ് പണിയാണ്. അവർക്കൊന്ന് കർത്താവിനെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ നേരമില്ല. എല്ലാം നേടിയെടുക്കാനുള്ള വേലകളാണ് ജീവിത വ്യഗ്രത എന്ന് പറയുമ്പോൾ. ഓരോന്നിനെക്കുറിച്ച് അങ്ങ് മനസ്സ് ഭാരപ്പെട്ടുകൊണ്ടേ ഇരിക്കുക. എന്നാൽ എല്ലാം കർത്താവിനങ്ങ് ഏൽപ്പിച്ചാൽ കർത്താവ് ഇതൊക്കെ നടത്തിത്തരും എന്നൊരു ചിന്ത അവർക്കില്ല.
മനസ്സങ്ങ് വ്യഗ്രതപ്പെടുത്തുക. അത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്, മറ്റേത് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനൊരു പ്രോഗ്രാം തയ്യാറാക്കിയ ഒരു ക്രമം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാമായിരുന്നു. അതുമില്ല. മനസ്സെപ്പോഴും എല്ലാ സമയത്തും അങ്ങ് വിഷമിക്കുക, വ്യഗ്രത കൊണ്ട് നിറഞ്ഞിരിക്കുക. അങ്ങനെയുള്ളവർക്ക് ആ ദിവസം പെട്ടെന്ന് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിങ്ങളുടെ ആത്മാവിന് പകരം എന്ത് കൊടുക്കേണ്ടതെന്നൊന്നും നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ഒരു സ്ഥിതി വരും. അങ്ങനൊന്നും ആയിപ്പോകരുത്. ഇത് ഒരു വിത്തിൻ്റെ ഉപമ പറഞ്ഞപ്പോൾ, വിത്ത് വിതയ്ക്കുന്നതിൻ്റെ ഉപമ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞതാ, മുൾച്ചെടികൾക്കൊക്കെ ഇടയിൽ വീണത് അത് ഫലം പുറപ്പെടുവിച്ചില്ല. ഈ മുൾച്ചെടികൾ ഞെരുക്കിക്കളഞ്ഞു. എന്തൊക്കെയാണ് മുൾച്ചെടികളെന്നുള്ളതാണ് യേശുവോട് വിശദീകരിച്ച് പറഞ്ഞത്. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. ഫലം പുറപ്പെടുവിക്കാനൊക്കത്തില്ല. ഈ വൃക്ഷം നട്ടിട്ട് എന്ത് പ്രയോജനം? വെട്ടിക്കളഞ്ഞുകൊള്ളുക എന്ന് യജമാനൻ പറയും. ഒരു പ്രയോജനമില്ല, ഭൂമി പാഴാക്കുന്നു. അങ്ങനൊരവസ്ഥ വരരുതേന്നാണ് യേശു ഇപ്പോൾ നമ്മളോട് ഈ പറഞ്ഞിരിക്കുന്ന മുന്നറിയിപ്പ്. കൊളോസോസ് 3:2-3 വാക്യങ്ങളിൽ പൗലോസ് നമ്മളോട് ഉത്ബോധിപ്പിക്കുകയാണ്, ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. വലിയൊരു മർമ്മമാണ് പൗലോസ് നമ്മളോട് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എവിടാണ്? ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ, ഈ ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല. നമ്മളിവിടെ കുറച്ച് വർഷമല്ലേ ജീവിക്കുന്നുള്ളൂ. ഇതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ അവിടുത്തെ കാര്യം ഒന്നും ശരിയാവത്തില്ല. ഭൂമിയിലുള്ള വസ്തുക്കളിൽ ശ്രദ്ധിച്ച് സ്വർഗം നഷ്ടമാക്കാൻ ഇടയാകരുത്. നമ്മളിങ്ങനെ ജീവിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ നിഗൂഢമായി, ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നമ്മൾ ഈ ലോക സംബന്ധമായി പറഞ്ഞാൽ മൃതരാണെന്ന് മനസ്സിലാക്കണം. പാപത്തെ സംബന്ധിച്ചിടത്തോളം മൃതരാണ്. നമ്മൾ ആത്മാവിൽ ജീവിക്കുന്നു, നമ്മൾ ക്രിസ്തുവിലാണ് ജീവിക്കുന്നത്. നമ്മൾ മൃതരാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ആശയം, നമ്മൾ ഈ ഭൂമിയിലാണ് ഇരിക്കുന്നതെങ്കിലും നമ്മൾ രക്ഷ പ്രാപിച്ച് കഴിഞ്ഞു. നമ്മുടെ ജീവൻ എവിടെ ഇരിക്കുന്നു? ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായിരിക്കുന്നു. നിത്യജീവൻ പ്രാപിച്ചു കഴിഞ്ഞു. അല്ല, ഇനിയും പ്രാപിക്കുമെന്നല്ല. രണ്ട് രീതിയിലും നമ്മൾ ആ വാക്യത്തെ, ഈ നിത്യജീവനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ പൗലോസ് പറയുന്നത് നമ്മൾ നിത്യജീവൻ പ്രാപിച്ചു കഴിഞ്ഞു, മൃതരായിരിക്കുന്നു. നമ്മുടെ ജീവൻ എവിടെ? ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. ദൈവത്തോട് അങ്ങ് കൂടെ ചേർന്നിരിക്കുകയാണ്. നിത്യജീവൻ പ്രാപിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ അർത്ഥം വിശ്വസിക്കുന്നവർ, യേശുവിനെ രക്ഷകനായി വിശ്വസിച്ച് കഴിഞ്ഞവർക്ക് നിത്യജീവൻ പ്രാപിച്ചു കഴിഞ്ഞു എന്ന് അവർക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ആത്മാവ് അങ്ങനെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 12-ാം വാക്യം, നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കുവാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും അത് നമ്മളെ പരിശീലിപ്പിക്കുന്നു. നമ്മൾ ഈ നിർമ്മമത്വം വേണ്ടാന്ന് വെക്കണം, ലൗകിക മോഹങ്ങളും വേണ്ടാന്ന് വെക്കണം, ഉപേക്ഷിക്കണം. പിന്നെ എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? നമ്മൾ ഈ ലോകത്തിൽ ഒരു സമചിത്തത പാലിക്കണം, നീതിനിഷ്ഠ ഉണ്ടായിരിക്കണം, ദൈവഭക്തിയുള്ള ജീവിതം നയിക്കണം. 3 കാര്യങ്ങളാണ് പൗലോസ് എടുത്ത് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്: സമചിത്തത, നീതിനിഷ്ഠ, ദൈവഭക്തി. അങ്ങനെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണം. യാക്കോബ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ 4-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു, വിശ്വസ്തത പുലർത്താത്തവരെ. നമ്മൾ ക്രിസ്തുവിനോട് വിശ്വസ്തതയുള്ളവരായിരിക്കണം.
ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായിരിക്കണം. വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ ലോകത്തോടങ്ങ് സ്നേഹം കാണിക്കുക, ദൈവത്തോടുള്ള ശത്രുതയാണ് അത് എന്ന് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. ചിലർക്ക് ഈ ലോകത്തിൻ്റെ മിത്രമാകണമെന്ന് ആഗ്രഹമുണ്ട്, ദൈവത്തിൻ്റെ ശത്രുവായി മാറും. ഈ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം ലൗകികമായ നിലയിൽ ലഭിക്കണം, എല്ലാവരും എന്നെ പുകഴ്ത്തണം എന്നൊക്കെ വിചാരിച്ച പ്രശസ്തിയുടെ വഴിയിൽ കൂടെ ഓടാൻ പരിശ്രമിക്കുന്നവരുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഈ ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ ശത്രുവായി മാറുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ലൗകികത്വം എന്ന് പറയുന്നത് ആപൽക്കരമാണ്. ലോകമൈത്വത്തിൻ്റെ ദോഷഫലം സത്യത്തിൻ്റെ സ്വാധീനതയെ നശിപ്പിക്കും. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 22-ാം വാക്യം പറയുന്നു, ഒരുവൻ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാകുകയും ചെയ്യുന്നു. ഇവനാണ് മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കപ്പെട്ട വിത്ത്. മത്തായി 24:38-39 പറയുന്നു, തെറ്റായ ഉറപ്പിലേക്ക് ജനത്തെ വശീകരിച്ച് കളയും ഈ ലൗകികത്വം. നോഹയുടെ കാലത്തെ നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു. ജലപ്രളയം വന്ന് സംഹരിക്കുന്നത് വരെ അവർ അറിഞ്ഞില്ല. ഇപ്രകാരം തന്നെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനവും. മനുഷ്യപുത്രൻ്റെ ആഗമനം എന്ന് പറയുമ്പോൾ മനുഷ്യപുത്രന് 2 ആഗമനമുണ്ട്. ഒന്നാമത്തേത് കഴിഞ്ഞു, പാപികളെ രക്ഷിക്കാൻ ക്രൂശിൽ തൂങ്ങി മരിച്ചു, ഉയർത്ത് സ്വർഗത്തിൽ പോയി. രണ്ടാമത് വരും. അതാണ് നമ്മുടെ ഇനിയത്തെ പ്രതീക്ഷയിൽ നമ്മളെ കാത്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും വരും. അത് ഇപ്രകാരം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞത് നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ. നോഹ എല്ലാവരോടും അറിയിപ്പ് കൊടുത്തു, മാനസാന്തരപ്പെട്ട് ജീവിക്കണം, പാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് പശ്ചാത്താപമുണ്ടാകണം, ദൈവം ഇപ്പം ശിക്ഷിക്കാൻ വരികയാണ്, ഭൂമുഖം മുഴുവൻ വെള്ളപ്പൊക്കം കൊണ്ട് നശിപ്പിക്കും. നോഹ പറഞ്ഞു നടന്നു. ആര് കേട്ടു? ആരനുസരിച്ചു? ആരും അത് കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല. അവരെന്ത് ചെയ്തു എന്നിവിടെ എഴുതിയിരിക്കുന്നു. നോഹയുടെ പ്രസംഗത്തെക്കുറിച്ച് അവർക്ക് വലിയ കാര്യമൊന്നുമില്ല. അവർ തിന്നു കുടിച്ചു വിവാഹം ചെയ്തു കൊടുത്തു. ഇത്രയും ജോലി അവർക്കുള്ളൂ. തിന്നുക, കുടിക്കുക, വിവാഹം ചെയ്യുക, പിള്ളേരെ വിവാഹം ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ജോലി. തീർന്നു. തിന്നുക, കുടിക്കുക, വിവാഹം ചെയ്ത് കൊടുക്കുക, സ്വന്തമായിട്ട് വിവാഹം കഴിക്കുകയും ചെയ്യുക. ഈ ജോലി അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക. നോഹ പറഞ്ഞ ഈ മനസ്താപത്തിൻ്റെ കാര്യമോ പശ്ചാത്തപിക്കണമെന്ന് പറഞ്ഞ കാര്യമോ അവർ ശ്രദ്ധിച്ചതേ ഇല്ല. പക്ഷെ പെട്ടെന്നൊരു ദിവസം മഴയങ്ങ് പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, എല്ലാവരും നശിച്ചു. ഇതുപോലെ സംഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രതീക്ഷിക്കാത്ത ആ ദിവസത്തിൽ കർത്താവ് ഇങ്ങനെ വരും തീർച്ചയായും. നമ്മൾ ഓരോ കാര്യത്തിൽ വ്യഗ്രതയാണ്, ഒരർത്ഥവുമില്ല. അകത്ത് പെട്ടകത്തിനകത്ത് കയറിയാലേ രക്ഷ പ്രാപിക്കാനൊക്കെ ഉള്ളൂ. അതടയ്ക്കും, വാതിലടയ്ക്കും. ദൈവം തന്നെ വന്ന് അടയ്ക്കുന്ന വാതിൽ. അതുകൊണ്ട് ജാഗരൂകത ഉള്ളവരായിരിക്കണം. പിന്നീട് ഒന്ന് തുറന്നു തരണേ എന്ന് പറഞ്ഞാൽ തുറക്കത്തില്ല. വാതിൽ യേശുക്രിസ്തു, അതിൽ കൂടെ പ്രവേശിക്കണം. പിന്നീട് വാതിൽ തുറന്നു തരിക എന്ന് പറഞ്ഞാൽ ഇല്ല, എൻ്റെ സമയം കഴിഞ്ഞു. ഈ ലൗകികത്വത്തിനെ അത് ജീവിത പ്രവർത്തനങ്ങളെയും പദ്ധതികളെയും അതങ്ങ് രൂപപ്പെടുത്തും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിരുന്നതാണ്. എഫേസോസ് 2:2 പറയുന്നു, അന്ന് ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്. പണ്ടത്തെ കാര്യം പറയുക,
നിങ്ങൾ അന്നെങ്ങനായിരുന്നു നടന്നത്? അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചാണ് നിങ്ങൾ നടന്നത്. ഇപ്പം നിങ്ങളങ്ങനല്ല. പക്ഷേ അങ്ങനെ ആയിരുന്നു നിങ്ങൾ. കർത്താവ് നമ്മളെ വേർതിരിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നുള്ള സ്തോത്രം ദൈവമേ, സ്തോത്രം. നേരത്തെ നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഗതിയായിരുന്നു പിന്തുടർന്നത്. അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? അരൂപിയായ അന്തരീക്ഷ ശക്തികൾ. അരൂപിയായ അന്തരീക്ഷ ശക്തികൾ. സ്വർഗത്തിൽ നിന്ന് അടിച്ചിറക്കിയ പിശാചുക്കളുടെ കാര്യമാണ്. അരൂപിയാണ്, അത് അന്തരീക്ഷ ശക്തികളാണ്. അതിനുകൊണ്ടൊരു അധീശൻ. ആ അധീശനെ അനുസരിച്ച് അങ്ങ് ജീവിച്ചുകൊണ്ട് ഇരിക്കുക. സ്വർഗത്തിൽ ചെല്ലത്തില്ല, വാതിലടച്ച് കളയും. പിന്നെ ഈ ലൗകികത്വം ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് വിശ്വാസത്യാഗത്തിലേക്ക് നയിക്കും. കർത്താവ് നമ്മളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഇതുവരെയും കർത്താവ് അനുഗ്രഹിച്ചല്ലോ. കർത്താവിൻ്റെ കൃപയാണ് നമുക്ക് വിശ്വാസത്തിൽ വരാനും വിശ്വാസത്തിൽ ജീവിക്കുവാനും വിശ്വാസത്തിൽ നിലനിൽക്കുവാനും വിശ്വാസത്തിൽ ഇനിയും മുന്നോട്ട് പോകാനും സാധിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഇതില്ലെങ്കിലോ വിശ്വാസത്യാഗത്തിലേക്ക് ഈ ലൗകികത്വം നമ്മളെ നയിക്കും. 2 തിമോഥെയോസ് 4:10 എഴുതിയിരിക്കുന്നു, ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമാസ് എന്നെ വിട്ട് തെസ്സലോനിക്കായിലേക്ക് പോയിരിക്കുന്നു. ക്രസ്കസ് ഗലാത്യയിലേക്കും തീത്തോസ് ദൽമാത്തിയായിലേക്കും പോയി കഴിഞ്ഞു. പൗലോസിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവരാ. പക്ഷേ അവർക്ക് ലോകത്തോടൊക്കെയുള്ള ഒരു ആസക്തി ഉണ്ടായപ്പോൾ ഈ ദേമാസ് എന്ത് ചെയ്തു? അദ്ദേഹം അങ്ങ് തെസ്സലോനിക്കയിലേക്ക് അങ്ങ് പോയി. പിന്നീട് ക്രസ്കസ് ഉണ്ട്, അദ്ദേഹത്തിനും വിട്ടു പോകണമെന്നൊരാഗ്രഹം, ഗലാത്യയിലേക്ക് അങ്ങ് പോയി. പിന്നെ മൂന്നാമതൊരാളുണ്ട്, തീത്തോസ്, ദൽമാത്തിയായിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞു. ഇനി പോകും തീരുമാനിച്ച് വെച്ചേക്കുന്നതെന്നല്ല, പോയി കഴിഞ്ഞു. പൗലോസിൻ്റെ കൂടെയുള്ള 3 പേരും പോയി. എന്തുകൊണ്ടാണ്? ലോകത്തോടുള്ള ആസക്തി അതിന് കാരണം. അങ്ങനെയൊക്കെ ആസക്തി നമുക്കുണ്ടെങ്കിൽ നമ്മൾ വിട്ടുപോകും, വിശ്വാസത്യാഗത്തിലേക്ക് പോകും. ഇനി എടുത്ത് പറഞ്ഞപ്പോൾ ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. തീത്തോസ് ദൽമാത്തിയയിലേക്ക് പോയി എന്ന് പറയുന്നെങ്കിലും അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട്. പൗലോസിൻ്റെ കൂടെ അവസാനം വരെയും അദ്ദേഹം നിന്നു, പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് പൗലോസിന് കത്തെഴുതുന്ന കാര്യം തീത്തോസിന് ലേഖനമുണ്ട്. അദ്ദേഹം എന്നേക്കുമായിട്ടങ്ങ് വിട്ടുപോയതല്ല, ഇടയ്ക്കൊന്ന് പോയി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് പൗലോസിൻ്റെ കൂടെ അദ്ദേഹം കൂടി. യാക്കോബ് അപ്പസ്തോലിൻ്റെ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവം സുഖലോലുപരായി ജീവിച്ചു, കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു. ഹൃദയത്തെ കൊഴുപ്പിച്ച് ഏതിനു വേണ്ടിയാണ്? കൊലയുടെ ദിവസത്തേക്ക്. ഭൂമിയിൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്? ആഡംബരപൂർവം സുഖലോലുപരായി ജീവിച്ചു. 2 വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന യാക്കോബ്. ആഡംബരപൂർവം സുഖലോലുപരായി ജീവിച്ചു എന്നുള്ളതിന് പ്രശ്നമില്ല, നമ്മൾ ജീവിക്കണമല്ലോ, അതിനാണല്ലോ നമ്മളെ ഇങ്ങോട്ട് അയച്ചത്. ഇവിടെ ജീവിച്ചവർ ആഡംബരപൂർവം സുഖലോലുപരായി ജീവിച്ചു. ചിലരങ്ങ് വിചാരിക്കും ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കഷ്ടപ്പാടുകൾ സഹിച്ചൊന്നും ജീവിക്കേണ്ട കാര്യമില്ലല്ലോ, സുഖം അനുഭവിച്ച് ജീവിച്ചാൽ മതിയല്ലോ എന്നൊക്കെ ചിന്തിക്കും. സുഖലോലുപരായി അങ്ങ് ജീവിക്കുക, അതും ചെറിയ തോതിലല്ല, ആഡംബരപൂർവം സുഖലോലുപരായി ജീവിച്ചു. കുഴപ്പമൊന്നുമില്ല, പാപമൊന്നും അല്ലല്ലോ, അങ്ങനൊന്നും പാപമാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ എടുത്തിടത്തെ കാര്യം പല പ്രാവശ്യം പല ഭാഗങ്ങളിലായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. ഈ സുഖലോലുപരായി ആഡംബരപൂർവ്വം ഇങ്ങനെ ജീവിച്ചാൽ വരുന്ന കുഴപ്പങ്ങൾ എന്തെന്ന്. ധനവാൻ്റെ ലാസറിനെ ഉപമ വളരെ വ്യക്തമായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുക. അപ്പോൾ ആഡംബരപൂർവ്വം സുഖലോലുപരായി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളായി പോകരുത്. തെറ്റല്ലെന്നൊക്കെ വിചാരിക്കും. പിന്നെ ഞാൻ ഉണ്ടാക്കിയതല്ലേ എന്നാണ് ചിലരുടെ വിചാരം. ഞാനുണ്ടാക്കി മദ്യം അത് ഞാൻ എൻ്റെ പൈസ കൊടുത്തല്ലേ വാങ്ങിക്കുന്നത്, കുടിച്ചിട്ട് എൻ്റെ കെട്ടിലല്ലേ കിടക്കുന്നത് എന്നാണ് ചിലർ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, കർത്താവിന് ഇഷ്ടമുള്ള കാര്യമല്ല അത്. സാത്താൻ്റെ വേലകളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. കാര്യം അവനെങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മളറിയണ്ടേ. സാത്താനെ സംബന്ധിച്ച് ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്,
ദൈവദൂതൻ്റെ വേഷം കെട്ടാറുണ്ട്. ദൈവദൂതൻ്റെ വേഷം കെട്ടി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ അവർക്ക് ദൈവദൂതനാണെന്ന് പറയുന്നതൊക്കെ ഇങ്ങനെ വിശ്വസിക്കും. പാടില്ല. 2 കൊരിന്ത്യർ 11 14-15 വാക്യങ്ങൾ. അത്ഭുതപ്പെടേണ്ട, പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. അതിനാൽ അവൻ്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിലെന്ത് അത്ഭുതം! അവരുടെ പരിണാമം അവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായിരിക്കും. അവരുടെ പരിണാമം അവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതം ആയിരിക്കും. പിശാചിൻ്റെ ശുശ്രൂഷകരുണ്ട്. ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന് പറയുന്നത് മാലാഖമാരാ. ദൈവത്തിൻ്റെ ശുശ്രൂഷകരുടെ വേഷം ഈ പിശാചിൻ്റെ ശുശ്രൂഷകർ വേഷം കെട്ടും. പിശാചിന് ശുശ്രൂഷകരും വേറെ ഉണ്ടെന്ന് ഓർക്കണം. പിശാചും അവൻ്റെ ശുശ്രൂഷകരുണ്ട്. മാലാഖയുടെ വേഷം കെട്ടി ഇങ്ങ് വരും. എന്നിട്ട് അവർ അത്ഭുതങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ അവർ പറയുന്നതൊക്കെ ശരിയാണെന്ന് ചിലരങ്ങ് വിശ്വസിക്കും. എനിക്ക് ദർശനമുണ്ടായി, അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ കേട്ടു, ഇങ്ങനെ എന്നോട് പറഞ്ഞു എന്നൊക്കെ പറയും. എപ്പോഴും നമ്മളൊരു കാര്യം വിചാരിക്കണം, ഈ ബൈബിളെന്ന് പറയുന്നത് ദൈവവചനമാണ്. ഇതിലെഴുതപ്പെട്ടിരിക്കുന്നത് അങ്ങ് സ്വീകരിക്കണം. ഇതിനെതിരായിട്ടൊക്കെ ഓരോരുത്തരും പറയും. ദൈവദൂതൻ്റെ വേഷം കെട്ടി വന്ന് പറയും, അവിടെ പ്രത്യക്ഷപ്പെട്ടു, ഇവിടെ പ്രത്യക്ഷപ്പെട്ടു, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയും. ബൈബിളിൽ എന്ത് പറയുന്നു എന്ന് ഈ ബൈബിൾ എടുത്ത് തുറന്ന് നോക്കി വായിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണ്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇതിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. വള്ളിയോ പുള്ളിയോ മാറ്റാനും പാടില്ല. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാനും പാടില്ല. ഈ വഴിയെ തന്നെ പോകണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് അതങ്ങോട്ടങ്ങ് ചാടി വീഴരുത്. ഈ പിശാചുക്കളെല്ലാം മാലാഖയുടെ വേഷം കെട്ടുന്നവരാണെന്ന് മനസ്സിലാക്കിക്കോണം. അത്ഭുതം കണ്ടല്ലോ എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. അത്ഭുതമൊക്കെ അവർ കാണിക്കും. അത്ഭുതം കാണിക്കാനുള്ള ഈ ശക്തി ഈ പിശാചുക്കളിലുണ്ട് എന്നുകൂടി നമ്മൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കിക്കോണം. പിന്നെ നമ്മൾ അറിയേണ്ടത്, ഈ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. 1 യോഹന്നാൻ 3:8 പറയുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഈ പിശാച് ആദ്യം മുതൽ, ആദത്തിൻ്റെ കാലം മുതൽ നമുക്കറിയാമല്ലോ, അതിനു മുമ്പേ പാപം ചെയ്യുന്നവനാണ്. പാപം അവൻ്റെ ജീവിതത്തിൽ ആദ്യം മുതലേ ഉള്ളവനാണ്. ഈ പാപം ചെയ്യുന്നവരെ സംബന്ധിച്ച് പറഞ്ഞാൽ പിശാചിൻ്റെ മക്കളാണെന്ന് നമുക്ക് പറയാം, ദൈവത്തിൻ്റെ മക്കൾ അല്ല. കാര്യം ആ സ്വഭാവം അവരിലോട്ട് കയറിയിരിക്കുന്നു. ഈ സാത്താന് ശക്തിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ നീതിമാൻ, ജോബിൻ്റെ ഒരു പുസ്തകം തന്നെ ഉണ്ടല്ലോ, നീതിമാനെ പീഡിപ്പിക്കുവാൻ അനുവാദം അവന് കിട്ടിയിട്ടുണ്ട്. 1-ാം അധ്യായം, ജോബിൻ്റെ 1-ാം അധ്യായം 12-ാം വാക്യം. കർത്താവ് സാത്താനോട് പറഞ്ഞു, അവനുള്ള സകലത്തിന്മേലും, ജോബിൻ്റെ കാര്യമാണ്, അവനുള്ള സകലത്തിന്മേലും ഞാൻ നിനക്ക് അധികാരം തരുന്നു. എന്നാൽ അവനെ മാത്രം തൊടരുത്, ഉപദ്രവിക്കരുത്. അത് കേട്ട് സാത്താൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പോയി. അപ്പോൾ ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ ഓർക്കണം. നമ്മളെ പരീക്ഷിക്കും, നമ്മുടെ മേൽ അധികാരം കൊടുത്തിരിക്കുന്നു. പരീക്ഷകളൊക്കെ വരുത്തി നമ്മൾ വീണ് പോകുമോ എന്നൊന്ന് പരീക്ഷിക്കാനാണ്. ശ്രദ്ധിച്ചോണം. പിശാച് ഈ ലോകത്തിൻ്റെ മേൽ അധികാരമുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 6-ാം വാക്യം. പിശാച് യേശുവിനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കുന്നു. ഈ ലോകം മൊത്തം വലിയ ഒരു ഉയർന്ന മലയിൽ നിന്ന് കാണിച്ചുകൊണ്ട് യേശുവിനോട് പറയുക, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ഞാൻ നിനക്കങ്ങ് തന്നേക്കാം. എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നീ എന്നെ ഒന്ന് വീണെന്ന് ആരാധിച്ചാലേ എല്ലാം ഞാനങ്ങ് വിട്ടു തന്നേക്കാം. നീ ക്രൂശിൽ തൂങ്ങി മരിക്കണ്ട. യേശുവിൻ്റെ ക്രൂശ് മരണത്തെ ഇല്ലാതാക്കാൻ വല്ല വിദ്യയും ഉണ്ടോയെന്ന് പിശാചൊന്ന് ചിന്തിച്ച് പരിശ്രമിച്ച് ഒരു വേല ചെയ്തതായത്. അപ്പോൾ യേശുയോ ക്രൂശ് മരണമില്ലാതെ അങ്ങ് എൻ്റേതാകുമെങ്കിൽ അങ്ങനെ അങ്ങോട്ട് ആരാധിക്കാമല്ലോ എന്ന് വിചാരിച്ച് പോയെങ്കിലോ എന്ന് വിചാരിച്ച് പിശാച് ചെയ്തൊരു വേലയാണ്. യേശു പറഞ്ഞു,
ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എഴുതപ്പെട്ടിരിക്കുന്ന വാചകത്തിൻ്റെ പ്രത്യേകത, പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പിശാച് പരാജയപ്പെട്ടു പോയി. എന്നെ വീണ് ആരാധിച്ച് എല്ലാം അങ്ങ് തരാമെന്നാണ് പറഞ്ഞത്. ക്രൂശമരണം വരെ ഇല്ലാതാക്കാനുള്ള പിശാചിൻ്റെ തന്ത്രമായിരുന്നു അത്. മൂന്നാമതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കുന്നു. ഈ ചിലർക്ക് എത്ര കണ്ടാലും മനസ്സിലാകത്തില്ല, കേട്ടാലും മനസ്സിലാകത്തില്ല. അവിശ്വാസികളായിട്ട് അവരിക്കുക പിശാചിൻ്റെ വേലയാണ് ഈ കണ്ണ് കുരുടാക്കുക. 2 കൊരിന്ത്യർ 4:3-4 വാക്യങ്ങളുടെ ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നു എങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. ആരാണ് അന്ധമാക്കിയത്? ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഈ സുവിശേഷത്തിൻ്റെ പ്രകാശമാണ്. ആ പ്രകാശം അവർക്ക് ദൃശ്യമല്ല, അവർ കാണാൻ ഒക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ ദേവനെ അവരുടെ കണ്ണുകളെ അങ്ങ് അടച്ചു കളഞ്ഞു, മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. ഈ സുവിശേഷത്തിൻ്റെ ഒരു വിശേഷണം പൗലോസ് എഴുതിയിട്ടുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷം മഹത്വമേറിയതാണ്. ആരുടേതാണ്? ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ, അതാണ് ഈ സുവിശേഷം. ആരാണ് ക്രിസ്തു? ഒറ്റ വാക്കിൽ പൗലോസ് എഴുതിയിരിക്കുന്നു, ദൈവത്തിൻ്റെ പ്രതിരൂപം. ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷം. നമ്മൾ അറിയിക്കുന്ന ആ സുവിശേഷം ചെറിയ കാര്യമൊന്നുമല്ല, ചെറിയ വാർത്തയൊന്നുമല്ല. അത് ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. അത് മഹത്വമേറിയതാണ്. ക്രിസ്തു ആരാണ്? ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. ഹിസ് ദ ഇമേജ് ഓഫ് ദി ഇൻവിസിബിൾ ഗോഡ്. ദൈവത്തിൻ്റെ അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ രൂപമാണ് യേശു ക്രിസ്തു. അതിൽ കുറഞ്ഞൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ രൂപമാണ് യേശു ക്രിസ്തു. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ക്രിസ്തു, ദൈവം നമ്മുടെ മുമ്പിൽ ദൃശ്യരൂപത്തിൽ നിൽക്കുന്നവനാണ്. ദൈവം അദൃശ്യൻ നമ്മുടെ മുമ്പിൽ കാണപ്പെടാൻ വേണ്ടി മനുഷ്യരൂപം ധരിച്ച് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. സമറിയക്കാർ സ്ത്രീയോട് യേശു പറഞ്ഞില്ലേ, നിന്നോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ഞാൻ തന്നെയാണ് മിശിഹ. അവൾക്ക് മിശിഹായെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മിശിഹയെക്കുറിച്ച് അവൾ ചോദിച്ചു. നിന്നോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ഞാൻ തന്നെയാണ് മിശിഹ. അവൾ വിശ്വസിച്ചു. ഈ ലൗകികത്തിന് വേറെ ഒരു പ്രശ്നമുള്ളത്, അത് വിശുദ്ധന്മാരോട് പോരാടുന്നതാണ്. എഫേസോസ് 6:2 പറയുന്നു, എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. ഈ തിന്മയുടെ ശക്തി അവിടെ മേളിലിങ്ങി ഇരിപ്പുണ്ട്, എല്ലാവരും വന്നില്ല. അവർക്കെല്ലാം എതിരായിട്ടാണ് നമ്മൾ പടവെട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കണം. വേറൊരു സംഗതി പിശാചിനെ സംബന്ധിച്ച്, അത് വ്യാജമായ അടയാളങ്ങളൊക്കെ കാണിക്കും. അടയാളം കാണിച്ചെന്ന് വിചാരിച്ച് നമ്മൾ ഓടി അങ്ങ് പോകരുത്, അത് ശരിയാണെന്നും പറഞ്ഞ്. അത് വ്യാജമായ അടയാളങ്ങൾ കാണിക്കും. 2 തെസ്സലോനിക്കർ 2:9-10 പറയുന്നു, സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം. നിയമനിഷേധി പിശാചാണല്ലോ. എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കുകയും അതിനെ അങ്ങനെ രക്ഷ പ്രാപിക്കാൻ വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും ഈ നിയമനിഷേധി വരുന്നത്. അവന് എല്ലാ ശക്തികളുണ്ട്, വ്യാജമായ അടയാളങ്ങളുണ്ട്, അത്ഭുതങ്ങളുണ്ട്, പിന്നെ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കാനുള്ള ചില അനീതികളൊക്കെ അവൻ്റെ കയ്യിലുണ്ട്. ആ രീതിയിലായിരിക്കും അവൻ വരുന്നത്. അത്ഭുതം കണ്ടെന്നൊന്നും പറഞ്ഞ് ഓടി അങ്ങ് പോകരുത്. അത്ഭുതം അങ്ങനെയൊക്കെ അവരൊക്കെ കാണിക്കും. ബൈബിൾ എന്ത് പറയുന്നു അത് ശ്രദ്ധിച്ചോണം. സാത്താൻ്റെ വേലകളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അനുസരണക്കേടിന് പ്രേരിപ്പിക്കും.
ഉൽപ്പത്തി തന്നെ നമുക്കറിയാം, 33, 4, 5 വാക്യം. ഈ സർപ്പം പിശാചാണ് സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കത്തില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം പറയാതിരുന്നതാ, നിങ്ങൾ പറിച്ച് നിന്നോളീൻ. ഇങ്ങനെ കള്ളം പറയുന്ന പിശാച്. പിന്നെ രോഗങ്ങൾ വരുത്താൻ പിശാചിന് കഴിവുണ്ട്, അങ്ങനെ രോഗങ്ങൾ വരുത്തും. എല്ലാ രോഗവും പിശാച് വരുത്തുകയാണെന്ന് തെറ്റിദ്ധരിക്കുകയും വരുത്. യോബിൻ്റെ പുസ്തകത്തിൽ 2:7 വാക്യം പറയുന്നു, സാത്താൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പോയി അവൻ യോബിൻ്റെ ശരീരത്തെ അടിമുതൽ മുടി വരെ വ്രണങ്ങൾ കൊണ്ട് നിറച്ചു. ക്രിസ്തുവിനെ പരീക്ഷിച്ചു. മത്തായി 4:1-3 വാക്യങ്ങൾ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. പ്രലോഭകൻ അവനെ സമീപിച്ച് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമായി തീരുവാൻ പറയുക. യേശു വചനം കൊണ്ട് തന്നെ അവനെ തോൽപ്പിച്ചല്ലോ. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന സകല വചനം കൊണ്ടുമാകുന്നു എന്ന് യേശു പറഞ്ഞു തോൽപ്പിച്ചു. വചനമാണ് പിശാചിനെ തോൽപ്പിക്കാനുള്ള ആയുധം. പിന്നെ പിശാചിൻ്റെ വേറൊരു വേല, നല്ല വിത്തൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് നീക്കിക്കളയും. കളകൾ കളിക്കട്ടെ, നല്ല വിത്ത് അങ്ങ് കളിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. മത്തായി 13:19, 20, 21 വാക്യങ്ങൾ. രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് മനസ്സിലാകാതിരിക്കുന്നവരിൽ നിന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു. ഇതാണ് വഴിയരികിൽ വീണ വിത്ത്. നല്ല വിത്തൊക്കെ വിതച്ചു, പക്ഷേ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടപ്പോൾ പിശാച് വന്നിട്ട് അത് പറകിക്കൊണ്ടങ്ങ് പോവുക. അവന് അത് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാതെ വരുന്നു. പിന്നീട് ഒരു വേല ചെയ്യും, വിത്ത് പറകിക്കൊണ്ട് പോകുന്നത് തന്നെയല്ല, കള വിതയ്ക്കുകയും ചെയ്യും. മത്തായിയുടെ സുവിശേഷം 13 തന്നെ 38-39 വാക്യങ്ങൾ പറയുന്നു, വയല് ലോകവും നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാരും കള്ളൻ ദുഷ്ടൻ്റെ പുത്രന്മാരുമാണ്. അവ വിതച്ച ശത്രു പിശാചാണ്. കൊയ്ത്ത് യുഗാന്തമാണ്, കൊയ്ത്തുകാർ ദൈവദൂതന്മാരും. കളകൾ ദുഷ്ടൻ്റെ പുത്രന്മാരാണ്. അത് വിതയ്ക്കും, നല്ല വിത്ത് പറക്കിക്കൊണ്ടും പോകും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരരുതെന്ന് നമ്മൾ ഓർക്കണം. പിന്നെ പിശാച് ചെയ്യുന്ന വേറൊരു വേല, നമ്മുടെ ദേഹത്തെയും ദേഹിയെയും ചീത്തയാക്കും. ലൂക്കോസ് 9:42 യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ തന്നെ പിശാച് ബാധിച്ചൊരു മനുഷ്യൻ്റെ കാര്യമാണ്. യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ തന്നെ പിശാച് അവനെ നിലത്ത് വീഴ്ത്തി പീഡിപ്പിച്ചു. യേശു അശുദ്ധാത്മാവിനെ ശാസിക്കുകയും കുട്ടിയെ സുഖപ്പെടുത്തി പിതാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. വന്ന വഴിക്ക് തന്നെ ഈ രോഗബാധിതനെ പിശാചി ബാധിതനെ നിലത്തിട്ടങ്ങ് ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുക. അതൊക്കെ പിശാചിൻ്റെ വേലയാണ്. വീഴുന്നതെല്ലാം ആത്മാവ് തള്ളിയിട്ടതാണെന്നൊന്നും വിചാരിക്കരുത്. പിശാചിൻ്റെ വേലയാണ്. യേശുവിൻ്റെ അടുത്തേക്ക് വരുന്ന രോഗിയെ പിടിച്ചു തള്ളി അങ്ങ് താഴെയിടും. അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. പിന്നെ ഈ പിശാചിൻ്റെ വേറൊരു വേല, അത് ഫോഷ്ക്ക് പറയും. യോഹന്നാൻ്റെ സുവിശേഷം 8:44 പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകയാണ്. ആദ്യത്തെ കൊലപാതകവും കായല ഹാബെലിനെ കൊന്നതും. അവൻ ആദ്യം മുതൽ കൊലപാതകയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. എന്തെന്നാൽ അവനിൽ സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. അവൻ്റെ സ്വഭാവമാത് കള്ളം പറയണം. കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. പിന്നെ പിശാചിൻ്റെ വേറെ വേല, പാപം ചെയ്യാൻ മനുഷ്യനെ അങ്ങ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. യോഹന്നാൻ 13:2 പറയുന്നു, അത്താഴ സമയത്ത് പിശാച് ശിമയോൻ്റെ പുത്രനായ യൂദാസ്കറിയാത്തയുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു. നമ്മുടെ മനസ്സിൽ ചില വിചാരങ്ങൾ വരുമ്പോൾ നമ്മൾ മനുഷ്യ രീതിയിലങ്ങ് നമ്മൾ ചിന്തിച്ചതാണെന്ന് നമ്മൾ വിചാരിക്കുമായിരിക്കും. പക്ഷെ ഒരു കാര്യം കൊണ്ടുകൂടെ ശ്രദ്ധിച്ചോണം, പിശാച് നമ്മുടെ ഹൃദയത്തിലോട്ട് കയറിയിരുന്ന് തോന്നിപ്പിക്കും. പിശാച് നമ്മുടെ ഹൃദയത്തിലോട്ട് കയറിയിരുന്ന് നമ്മളെ തോന്നിപ്പിക്കും. എന്താണ് യൂദായോട് തോന്നിപ്പിച്ചത്? യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു. അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുക യേശുവിനോട് കൂടെ ചേർന്ന്. യേശു അപ്പം വീഞ്ഞിൽ മുക്കി യൂദായ്ക്ക് കൊടുക്കുകയാണ്. അതെടുത്ത് കഴിച്ചു. ഇവിടെ പിശാച് ഹൃദയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ഒറ്റിക്കൊടുക്കുക. അവൻ എഴുന്നേറ്റ് രാത്രിയുടെ യാമങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്നു. അന്ധകാരത്തിൻ്റെ ശക്തി അതിലേക്ക് അവൻ അങ്ങ് ചെന്നു.
ആ രാത്രി തന്നെ യേശുവിന് വിറ്റുകൊടുത്തു എന്നുള്ളത് വാസ്തവമാണ്. പിശാചിൻ്റെ വേല. ശിമിയോൻ്റെ പുത്രനായ യൂദാസ് എന്ന് എടുത്ത് പറയുന്നത് യൂദ എന്ന് പേരുള്ള 2 പേരവിടെ ഉള്ളത് കൊണ്ട് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇതാരാണ്? അത് ശിമിയോൻ്റെ പുത്രനായ യൂദാസ് കറിയോത്താണെന്ന് എടുത്തു പറയാൻ കാരണം, തെറ്റിപ്പോകരുതല്ലോ ആളിനെ, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ചെയ്യുന്നൊരു വേല, മനുഷ്യൻ വിഴുങ്ങുവാൻ ഈ പിശാച് ആഗ്രഹിക്കുന്നുണ്ട്. പത്രോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു, 1 പത്രോസ് 5:8, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. അത് നമ്മളെ വിഴുങ്ങാൻ നടക്കും ഒരു സിംഹത്തെ പോലെ. നമ്മൾ ശ്രദ്ധിച്ചോണം, പിശാച് നമ്മുടെ അടുത്തൊന്നും വരരുത്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ രക്ഷയ്ക്കുള്ള ചില അടയാളങ്ങളാണ് സഹനം. അത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. മത്തായി 10:22 പറയുന്നു, എൻ്റെ നാമനിമിത്തം നിങ്ങൾ സർവ്വരാലും ദേഷിക്കപ്പെടും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. നമ്മൾ സഹനം നമ്മൾ കർത്താവിനുള്ള വിശ്വാസത്തിൽ നമ്മൾ എത്തിയെന്നുള്ളതിൻ്റെ ഒരു അടയാളം കൊണ്ടാണ്. വിശ്വാസവും ഏറ്റുപറച്ചിലിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിക്കുന്നതിന് 2 ക്ലോസുകളാണ്, 2 കണ്ടീഷൻസാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അധരം കൊണ്ട് ഏറ്റുപറയണം. അറിയാമെന്ന് ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, ഇതൊന്ന് ഏറ്റു പറയാനൂടെ നമ്മൾ പഠിക്കണം. സാക്ഷ്യം പറയണമല്ലോ നമ്മൾ, അതാണല്ലോ നമ്മുടെ ദൗത്യം തന്നെ. എന്നിട്ട് കർത്താവായ യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ വാസ്തവം, അവൻ ദൈവപുത്രനാണ് നമ്മൾ അറിയണ്ടേ, അത് നമ്മൾ വിശ്വസിക്കണം. എന്നിട്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് കർത്താവിനെ നമ്മൾ ഏറ്റു പറയണം. അങ്ങനെയാണെങ്കിൽ നീ രക്ഷ പ്രാപിക്കും. അത് പിന്നെ നമ്മൾ ഈ വചനത്തെ കൈക്കൊള്ളണം. യാക്കോബിൻ്റെ ലേഖനം 1:21 പറയുന്നു, ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവീൻ. യാക്കോബ് നമ്മളോട് പറയുന്നത് നമ്മൾ വചനത്തെ സ്വീകരിക്കണം. എങ്ങനെ? വിനയപൂർവ്വം സ്വീകരിക്കണം. അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതാണ്. ഈ വചനത്തിന് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതാണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ചിട്ട് വേണം ഇത് സ്വീകരിക്കാൻ. വേറൊരു രഹസ്യം കൂടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളിൽ പാകിയിരിക്കുന്ന ആ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ പാകിക്കഴിഞ്ഞു. ആ മുള്ളുകളൊക്കെ ഒന്ന് മാറ്റി, കളകളൊക്കെ ഒന്ന് മാറ്റി, അത് കിളിച്ച് പ്രകാശിച്ച് പ്രകാശത്തിലേക്ക് വളർന്ന് 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ നമ്മൾ ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആത്മീയമായ ഒരു ഉറപ്പിനെക്കുറിച്ച് പത്രോസ് പറയുന്നു. 2 പത്രോസ് 1:10-11, ആകയാൽ സഹോദരരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണുപോവുകയില്ല. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ അനശ്വരമായ രാജ്യത്തിലേക്ക് അനായാസം നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് സ്വർഗത്തിലോട്ട് പോകാം, അനായാസം ലഭിക്കാം. നിങ്ങൾ അങ്ങനെ കയറണം. അവൻ നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷകനുമാണ്. ആത്മീയമായൊരു ശുദ്ധീകരണം നടത്തണം. വെളിപാട് 22:14 പറയുന്നു, ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അസ്ഥികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്ത് ചെയ്യണം? അങ്കികൾ കഴുകി ശുദ്ധിയാക്കണം, ഒരു കാര്യം. പിന്നെ കവാടങ്ങളിലൂടെയാണ് നഗരത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. കവാടം യേശുക്രിസ്തു, അതാണ് വഴി, വാതിൽ. ഞാൻ തന്നെ വഴിയും സത്യവും വാതിലും ഒക്കെ ജീവനമാകുന്നു. കവാടത്തിൽ കൂടെ കയറണം, അകത്തോട്ട് കയറാം, നഗരത്തിലെത്താം. ഈ കവാടത്തിൽ കൂടെ കയറുമ്പോൾ നഗരത്തിലെത്താം. ജീവൻ്റെ വൃക്ഷത്തിന്മേൽ നമുക്ക് അവകാശം ലഭിക്കും. ജീവൻ്റെ വൃക്ഷം ഏതൻ തോട്ടത്തിൽ വെച്ച് ഇനി കയറില്ലേ, ആരും പറിക്കില്ലേ എന്ന് പറഞ്ഞ് കെരുവുകളെ നിർത്തി ക്ലോസ് ചെയ്തിരിക്കുക. പക്ഷേ ഇനി നമുക്ക് ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കും. ഇനി രക്ഷ ആർക്കുള്ളതാണ്? എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2:21 പറയുന്നു, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. യേശുക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് പറയുന്നത്. വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. റോമർ 5:18 പൗലോസ് എഴുതിയിരിക്കുന്നു, ഒരു മനുഷ്യൻ്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യൻ്റെ, യേശുക്രിസ്തുവിൻ്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി. ഒരു മനുഷ്യൻ്റെ, യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രവൃത്തി, ക്രൂശ് മരണം,
അത് നമുക്കെല്ലാവർക്കും നീതീകരണത്തിന് കാരണമായി. രക്ഷ ഈ സൗജന്യമാണെന്നിവിടെ നമ്മൾ ഓർക്കണം. വെളിപാട് 22:17 പറയുന്നു, ആത്മാവും മണവാട്ടിയും പറയുന്നു, വരിക, ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവർ ജീവൻ്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. സൗജന്യമായിട്ട് കൊടുക്കുകയാണ്, വന്ന് വാങ്ങിച്ചാൽ മതി. ആഗ്രഹമുള്ളവൻ വരണം, ആഗ്രഹമുള്ളവൻ വരണം, സൗജന്യമായിട്ട് വാങ്ങിക്കുടിക്കുവീൻ. രക്ഷ അത് വാഞ്ചിക്കണം. സങ്കീർത്തനം 31:16 പറയുന്നു, അങ്ങയുടെ ദൃഷ്ടി ഈ ദാസൻ്റെ മേൽ പതിക്കണമേ, അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ. നമ്മൾക്ക് ആഗ്രഹം വേണം. രക്ഷ അത് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. യെശയ്യാ 45:17 പറയുന്നു, കർത്താവ് ഇസ്രായേലിന് എന്നേക്കും രക്ഷ നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കലും ലജ്ജിച്ച തല താഴ്ത്തേണ്ടി വരികയില്ല. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. രക്ഷ നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നീതിമാന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിനി ശിക്ഷാവിധി തന്നെ ഇല്ല. റോമർ 8:1 പറയുന്നു, ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. ഇനി ഞാൻ 1:29 വാക്യത്തിലൂടെ ഒന്ന് പ്രവേശിക്കുകയാണ്. 29 വാക്യം, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. വിശ്വസിക്കുന്നതും സഹിക്കുന്നതും അനുഗ്രഹമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഹിക്കുന്നത് അനുഗ്രഹമാണ്, വിശ്വസിക്കുന്നത് ആ അനുഗ്രഹം കർത്താവ് തന്നല്ലോ. സഹിക്കാനുള്ളത് അനുഗ്രഹമാണ്. വിശ്വാസത്തെ ഹെബ്രായ ലേഖനം നിർവചിച്ചിരിക്കുന്നത് ഹെബ്രായ ലേഖനം 11:1 വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. കാണപ്പെടാത്തവയെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക, ഉണ്ട്, നമുക്ക് ബോധ്യമാണ്. പ്രത്യാശിക്കുന്നവ നമുക്ക് ലഭിക്കും, അതിൻ്റെ ഉറപ്പാണ്. നമ്മൾ എന്തിനാണ് വിശ്വസിക്കുന്നത്? അതിൻ്റെ കാരണങ്ങൾ എന്താണ്? ഒന്ന്, ഈ വിശ്വാസം വിജയം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ജൈറോസിൻ്റെ മകളെ മരിച്ചുപോയി എന്ന് അറിഞ്ഞതിന് ശേഷം യേശു അവരോട് പറയുക, ജൈറോസിനോടും പറയുക, ലൂക്കോസ് 8:50 പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ സുഖം പ്രാപിക്കും. യേശു അവളെ ജീവിപ്പിച്ച് പിതാവിനെ ഭരമേൽപ്പിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് വിശ്വാസത്തിൻ്റെ പ്രത്യേകത. അത് വിശ്വാസം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഒരു കടമയാണ്. യോഹന്നാൻ 6:28-29. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കണമല്ലോ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. എന്താണ് പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ചെയ്യുന്ന കാര്യമാണെന്നായിരിക്കും അവർ വിചാരിച്ചത്. അല്ല, അതിനെക്കുറിച്ചല്ല യേശു പറയുന്നത്. എന്താണ് പ്രവൃത്തി എന്ന് ചോദിച്ചപ്പോൾ യേശു പറയുന്നത്, അവിടുന്ന് അയച്ചവനിൽ, യേശുവിൽ വിശ്വസിക്കുക, അതാണ് പ്രവൃത്തി. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത്, ഈ വിശ്വാസം എന്ന് പറയുന്നത് പ്രതിരോധത്തിനുള്ള ഒരു ആയുധമാണ്. എഫേസോസ് 6:16 പറയുന്നു, സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിനെ നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുവീൻ. ഇതൊരു പരിചയമാണ്. കൂരമ്പുകളെ, ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തിക്കളയുന്നതിന് കഴിവുണ്ട് എന്ന് ഓർക്കണം. നമ്മുടെ വചനം ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ പിശാചിനെ യേശു തന്നെ തോൽപ്പിച്ച് നമുക്കതൊരു മാതൃകയും കൂടെ ആക്കി കാണിച്ചു തന്നിരിക്കുന്നു. പിന്നെ വിശ്വാസം എന്ന് പറയുന്നത് ഭക്തി മാർഗത്തിനുള്ള ഒരാവശ്യമായ ഘടകമാണ്. ഹെബ്രായർ 11:6 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുമ്പ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. വിശ്വാസം പ്രാർത്ഥനയെ സംബന്ധിച്ച് അതൊരു അത്യാവശ്യമായ കാര്യമാണ്. യാക്കോബ് 1:5-6 വാക്യങ്ങളിൽ പറയുന്നു, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അതവന് ലഭിക്കും, കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരയ്ക്ക് തുല്യനാണ്. വിശ്വസിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയോടാണെന്ന് നമ്മൾ ഓർക്കണം. 1 യോഹന്നാൻ 3:23 പറയുന്നു, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും
അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം. ഇതാണ് അവൻ്റെ കൽപ്പന. പിന്നെ മനസ്സിലാക്കേണ്ടത് വിശ്വാസത്താലാണ് നമുക്ക് നീതീകരണം കിട്ടുന്നത്. റോമർ 5:9 പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിൽ ആയിരിക്കാം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസവും സഹനവും ഒരു അനുഗ്രഹമാണ്. അപ്പോൾ സഹനത്തെക്കുറിച്ചുകൂടെ ശരി നമുക്കൊന്ന് ചിന്തിക്കാം. ക്രിസ്തു നിമിത്തം വിശ്വാസികൾക്ക് പരിശോധനകളൊക്കെ ഉണ്ടാകാം. ഒന്നാമത്തെ കാര്യം, ക്രിസ്തുവിനെ പ്രതി മനുഷ്യർ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും തിന്മകൾ വ്യാജമായി പറയുകയും ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. മത്തായി 5:12 പറയുന്നു, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവീൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. വലിയ പ്രതിഫലം ലഭിക്കും. ആൾക്കാർ നമ്മളെ ഉപദ്രവിച്ചോട്ടെ, നമ്മളെക്കുറിച്ച് വ്യാജമായി എന്തെങ്കിലും പറഞ്ഞോട്ടെ, സ്വർഗത്തിൽ പ്രതിഫലം വലുതായിരിക്കും. ജീവൻ ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വരാം. സഹനത്തിൽ മത്തായി 10:39, സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. ചിലപ്പോൾ നമുക്ക് ലൗകികമായ ചില സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. മത്തായി 19:29, എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും. അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. ചിലപ്പോൾ നമുക്ക് കഷ്ടത സഹിക്കേണ്ടി വരും. അപ്പോസ്തലപ്രവൃത്തികൾ 9:16, എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കും. പൗലോസിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പൗലോസിനെ യേശുവിനെ പ്രതി എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. ഓരോരുത്തർക്കും കർത്താവിനെ പ്രതി കുറച്ചെങ്കിലും സഹിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതുകൂടെ നമ്മൾ ഓർത്തിരിക്കണം. ചിലപ്പോൾ നമുക്ക് പ്രശസ്തി നഷ്ടമായെന്ന് വരാം. 1 കൊരിന്ത്യർ 4:10, ഞങ്ങൾ ക്രിസ്തുവിനെ പ്രതി ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ ജ്ഞാനികൾ, ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ, നിങ്ങൾ ബഹുമാനിതർ, ഞങ്ങൾ അപമാനിതർ. ക്രിസ്തുവിനെ സേവിച്ചതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വരാം. വിഷമിക്കണ്ട. മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടെന്ന് വരാം. 2 കൊരിന്ത്യർ 4:11, ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ച് ഇരിക്കുമ്പോൾ യേശുവിനെ പ്രതി സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. ക്രിസ്തുവിനെ പ്രതി സഭയ്ക്ക് പീഡനങ്ങളുണ്ടാകാം. മത്തായി 10:17-18, മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവീൻ, അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും, തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും, നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും, അവിടെ അവരുടെയും വിജാതരുടെയും മുൻപാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. നമ്മൾ രാജാക്കന്മാരുടെ മുമ്പിലൊക്കെ നയിക്കപ്പെടും, നമ്മളെ പിടിച്ചുകൊണ്ട് പോവുക. പക്ഷെ ഒരു ഗുണമുള്ളത്, അവരുടെ മുമ്പിൽ നമുക്ക് സാക്ഷ്യം പറയാൻ അവസരം കിട്ടും. പൗലോസിന് സംഭവിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ആശ്വാസവാക്കുകളോടൊന്ന് ശ്രദ്ധിക്കണം. ലൂക്കോസ് 21:17-18-19 വാക്യങ്ങളിൽ പറയുന്നു, എൻ്റെ നാമനിമിത്തം നിങ്ങളെ എല്ലാവരും ദേഷിക്കും, എങ്കിലും നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ല. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. ഒരു തലമുടി പോലും ഇഴ പോലും നശിച്ചു പോകത്തില്ല. താൻ സഹിച്ച പീഡകളെക്കുറിച്ച് പൗലോസ് തിമത്തിയോസിനോട് സാക്ഷ്യപ്പെടുത്തുകയും പഠിച്ച വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. 2 തിമത്തിയോസ് 3:11 എഴുതിയിരിക്കുന്നു, ഞാൻ സഹിച്ച പീഡകളും കഷ്ടപ്പാടുകളും അന്ത്യോക്യയിലും ഇക്കോണിയത്തിലും ലിസ്രായിലും എനിക്ക് സഹിക്കേണ്ടി വന്ന മർദ്ദനങ്ങളും നീ മനസ്സിലാക്കിയിട്ടുണ്ട്. അവയിൽ നിന്നെല്ലാം കർത്താവ് എന്നെ രക്ഷിച്ചു. നമുക്ക് സമയം പോകുന്നത് കൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് ഫിലിപ്പിയർ 1:28-29 വാക്യങ്ങളാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ജഡം, ലോകം, പിശാച്, ഇവയെക്കുറിച്ച് നാം പഠിച്ചു. ലൗകികത്തിന് എതിരായ ആ മുന്നറിയിപ്പുകളൊക്കെ നമ്മൾ ശ്രമിച്ചു. സാത്താൻ്റെ തന്ത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കി. ദൈവദൂതൻ്റെ വേഷം പോലും അവൻ ധരിക്കുന്നു. ആദ്യം മുതലേ അവൻ പാപം ചെയ്യുന്നവനാണ്. ഈ ലോകത്തിൻ്റെ മേൽ അവൻ അധികാരം അവകാശപ്പെടുന്നു.
നാം ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമല്ല, അവൻ സഹിക്കാനും തയ്യാറായിരിക്കണം. വിശ്വാസവും സഹനവും. 167 അടുത്ത എപ്പിസോഡിൽ ഫിലിപ്പിയർ 1:30 മുതൽ നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ. യേശു കർത്താവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.